ഒന്ന് പ്രാർത്ഥിച്ചു, രണ്ട് പ്രാർത്ഥിച്ചു, ഒന്ന് ഉപവസിച്ചു, രണ്ട് ഉപവസിച്ചു. എൻ്റെ അപ്പൻ വന്നില്ല, എൻ്റെ വിഷയത്തിന് മറുപടി തന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തരുത്. വിശ്വാസം കുറയ്ക്കരുത്. പ്രതീക്ഷ കൈവെടിയരുത്. അപ്പൻ വരുന്നത് ലേറ്റായിട്ടാ വന്നതെങ്കിൽ അവൻ ചിലത് ചെയ്യാനാ വരുന്നേ. ലേറ്റായിട്ട് അവൻ വരുന്നതെങ്കിൽ അവൻ ചിലത് പ്രവർത്തിക്കാനാ വരുന്നത്. പ്രാർത്ഥിച്ച് മടുത്ത വിഷയത്തിന്റെ മുഖത്ത് പ്രാണപ്രിയന്റെ വലതുകരം പ്രവർത്തിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്യുമെന്ന്. മനുഷ്യൻ വാക്കുമാറും, എൻ്റെ അപ്പൻ വാക്കുമാറില്ല. മനുഷ്യൻ തള്ളിക്കളയും, എൻ്റെ അപ്പൻ തള്ളിക്കളയില്ല. മനുഷ്യൻ കൈവിടും, എൻ്റെ അപ്പൻ കൈവിടില്ല. അവന്റെ പുസ്തകത്തിൽ ഊവോ ഊവോ എന്നും ഇല്ല ഇല്ല എന്നും മാത്രമേ ഉള്ളൂ. നമുക്ക് ഭയങ്കര പ്രതീക്ഷയാ പല വിഷയത്തിനും. ഞാൻ പ്രാർത്ഥിക്കുമ്പോ തന്നെ എനിക്ക് മറുപടി വേണം, പക്ഷെ പലപ്പോഴും മറുപടി കിട്ടാറില്ല. അതെന്തിനാണെന്നറിയാവോ മറുപടി കിട്ടാതെ? ഈ ദിവസങ്ങളിലൊക്കെ ഞാനും എൻ്റെ അപ്പയോട് ചോദിച്ചു, അപ്പേ ഈ പ്രാർത്ഥിച്ച ഉടനെ അല്ലെങ്കിൽ വിത്തിൻ അവേഴ്സ്, വിത്തിൻ ഡേയ്സ് ആ വിഷയത്തിന് അപ്പ എന്താ മറുപടി തരാത്തെ? ആ വിഷയത്തിന് അപ്പ എന്താ മറുപടി തരാത്തെ? അതുപോലെ കണ്ണുനീര് തുരുത്തിയിലാക്കി വെക്കുന്നു, കണ്ണുനീർ തുടച്ചു കളയുന്നു. രണ്ടും രണ്ട് പ്രോസസ്സിങ് അല്ലേ? ഈ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ അപ്പയോട് ചോദിച്ചപ്പോൾ അപ്പ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യം, കുഞ്ഞേടി നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ ആ വിഷയത്തിന് മറുപടി തന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങിച്ചു എന്നൊരു ചിന്ത നമ്മളെ ഭരിക്കത്തില്ലയോ? മിണ്ടുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ 3 ദിവസം പ്രാർത്ഥിച്ചത് പറയത്തില്ലേ? നിങ്ങൾ പറയത്തില്ലായിരിക്കും, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവം തന്റെ മഹത്വ മാർഗം വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറയാം. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കർത്താവ് 2 വിധത്തിൽ തരും. ഒന്ന്, ഉടനെ തരും. ഉടനെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി, അയച്ചിട്ടില്ലയോ? പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി, പെട്ടെന്ന് അറയിൽ ഒരു വെളിച്ചം ഉദിച്ചു. ഇതൊക്കെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സഡൻ ആക്ഷനാ. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് താമസിച്ചേ മറുപടി കിട്ടത്തുള്ളൂ. അതെന്തുകൊണ്ടാന്ന് ചിന്തിച്ചാൽ, എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ താമസിച്ച് മറുപടി അല്ല വരുന്നത്, താമസിച്ച് പ്രവൃത്തിയാ വെളിപ്പെടുന്നത്. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? താമസിച്ച് തരുന്ന മറുപടി അല്ല, താമസിച്ച് തന്റെ പ്രവൃത്തി അങ്ങോട്ട് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ! കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി വൈകുന്നതിന്റെ പിന്നിൽ ഒറ്റ റീസണേ ഉള്ളൂ. അവൻ മറുപടി പ്രവൃത്തിയിലൂടെ കാണിക്കാനായിട്ടാ. പ്രവൃത്തിയിലൂടെ കാണിക്കാനാ. നാളിതുവരെ പ്രാർത്ഥിച്ച് മടുത്ത് ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പോലും തീരുമാനമെടുത്തിരിക്കുന്നവർ ഇതിന്റെ നടുവിലിരിപ്പുണ്ട്. അവരോട് ഞാനൊരു ദൂത് പറയാം. പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥന